ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പൊതുജന സേവനത്തിനായി യുവതലമുറയെ വാർത്തെടുക്കാൻ സർക്കാർ തലത്തിൽ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആകർഷകമായ തൊഴിൽ മേഖലയാണെങ്കിലും ജോലിയിലെ സമ്മർദ്ദവും ഉത്തരവാദിത്തവും എത്തിപ്പിടിക്കാൻ പറ്റാത്ത മേഖല എന്ന തെറ്റിദ്ധാരണയുമാണ് യുവതലമുറയെ സിവിൽ സർവീസിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. മികച്ച പരിശീലനത്തിലൂടെ കാര്യക്ഷമമായ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ വാർത്തെടുക്കാനുള്ള പരിശ്രമത്തിലാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ്. പ്രധാന വാർത്തകളിലേക്ക്. +2 അഴിമതി, വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ പ്രതിഷേധം ശക്തമാവുന്നു. യുവജന സംഘടനകൾ പ്രക്ഷോഭത്തിൽ. എല്ലാ ജില്ലകളിലും സിവിൽ സർവീസ് പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി PK അബ്ദുറബ്ബ്. വിദേശകാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിലെ പ്രവാസികളുടെ കാര്യത്തിൽ മൌനം പാലിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് KC അബു. വാർത്തകൾ വിശദമായി. എല്ലാ ജില്ലകളിലും സിവിൽ സർവീസ് പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സിവിൽ സർവീസ് ഓറിയന്റേഷൻ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് സിവിൽ സർവീസ് ഓറിയന്റേഷൻ ശില്പശാല സംഘടിപ്പിച്ചത്. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലകളിലും സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സിവിൽ സർവീസ് പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സിവിൽ സർവീസ് മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് അവരുടെ പഠനത്തിനാവശ്യമായ സൌകര്യങ്ങളും സംവിധാനങ്ങളും സംസ്ഥാന സർക്കാർ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്തുള്ള ആളുകളുടെ ക്ലാസുകൾ പാലക്കാട് ഇരുന്നുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ വെർച്വൽ ക്ലാസ് റൂം സിസ്റ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. തൊഴിലും നമ്മൾ ഇപ്പോൾ ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാം. അതോടൊപ്പം തന്നെ നല്ല ഫാക്കൽറ്റികളെ കണ്ടെത്തി കുട്ടികൾക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കാൻ എക്സ്പേർട്സ് ആയിട്ടുള്ള പരിശീലകരെയും നമ്മൾ കണ്ടെത്തുകയാണ്. ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ 204 റാങ്ക് ജേതാവായ S. ശങ്കറിനെയും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി PA ഹംസയെയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എക്സ്പെർട്ട് മെമ്പർ CK സുബൈർ പരിപാടിയിൽ അധ്യക്ഷം വഹിച്ചു. NP ഹാഫിസ് മുഹമ്മദ്, ജില്ലാ യൂത്ത് കോർഡിനേറ്റർ റിഷിൽ ബാബു, MS ശങ്കർ, A. ഷിയാലി എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് സിവിൽ സർവീസ് റാങ്ക് ജേതാവുമായുള്ള മുഖാമുഖം നടന്നു. സിവിൽ സർവീസ് പരീക്ഷയും തയ്യാറെടുപ്പും എന്ന വിഷയത്തിൽ നടന്ന ശില്പശാലയിൽ IRS ജ്യോതിഷ് മോഹൻ ക്ലാസ് എടുത്തു. +2 അഴിമതിയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യമുയർത്തി SFI പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബിനെ തടയാൻ ശ്രമിച്ചു. മലബാർ ചേംബർ ഹാളിൽ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മന്ത്രി. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. +2 അഴിമതിയിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സിവിൽ സർവീസ് ഓറിയന്റേഷൻ ശില്പശാലയുടെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രി PK അബ്ദുറബ്ബിനെ SFI പ്രവർത്തകർ തടഞ്ഞു. മലബാർ ചേംബർ ഹാളിനു മുന്നിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചും മന്ത്രിക്കു നേരെ കരിങ്കൊടികൾ ഉയർത്തിയും പ്രവർത്തകർ പ്രതിഷേധിച്ചു. +2 അഴിമതിയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണ മുദ്രാവാക്യമുയർത്തിയാണ് പ്രവർത്തകർ മന്ത്രിയുടെ കാർ തടയാൻ ശ്രമിച്ചത്. തുടർന്ന് പോലീസ് എത്തി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു.
മഴ പെയ്ത് കായലായ പാടത്ത് ഇത് 4ാം തവണയാണ് തിരുരങ്ങാടി പള്ളിക്കത്താഴം താഴേച്ചനപ്പാടത്ത് നീന്തൽ മത്സരം സംഘടിപ്പിച്ചത്. മലപ്പുറത്തെ ജീവകാരുണ്യ മേഖലയിലെ സജീവമായ ആക്ഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് മത്സരം സംഘടിപ്പിച്ചത്. കൂറ്റൻ പരസ്യ ബോർഡുകൾ റാമ്പായി. നിഖിൽ ഈശ്വറിന്റെ റിപ്പോർട്ടിലേക്ക്. ഉർവശി ശാപം ഉപകാരമായി എന്ന ചൊല്ല അനുവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. മഴ പെയ്ത് കായലായ പാടത്താണ് മലപ്പുറം തിരൂരങ്ങാടിയിലെ ആക്ഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നീന്തൽ മത്സരം സംഘടിപ്പിച്ചത്. ഇത് 4ാം തവണയാണ് ഇതേ സ്ഥലത്ത് വെച്ച ക്ലബിന്റെ നേതൃത്വത്തിൽ നീന്തൽ മത്സരം സംഘടിപ്പിക്കുന്നത്. ജില്ലാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട മത്സരത്തിൽ 30ഓളം പേർ പങ്കെടുത്തു. ഏറെ ആവേശകരമായ മത്സരം കാണാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കാണികളെത്തി. പല സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ക്ലബിന് നീന്തൽ മത്സരം ഏറെ ആവേശമാണ് സമ്മാനിച്ചതെന്ന് ക്ലബ്ബ് ഭാരവാഹി അൻസാർ പറഞ്ഞു. ഈ വെള്ളം ഉണ്ടാകുമ്പോൾ കായലിൽ വെള്ളം നിറയുമ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നീന്തൽ മത്സരം നടത്താറുണ്ട്. ഇത് ഞങ്ങൾ 4ാമത്തേതാണ്. വളരെ ആവേശകരമായി ഞങ്ങൾക്ക് ആവേശം തരുന്നത് ഈ ഒരു നീന്തൽ മത്സരത്തിലാണ്. കാരണം ഇത്രയധികം ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും ഇത്രയും വെള്ളവും ഇത്ര നല്ല സൗകര്യമേറിയ ഒരു സ്ഥലവും ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. അതുപോലെ ആളുകളുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ബിസിനസ് വ്യാപാരത്തിൽ നിന്നും പല സഹകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. മത്സരം ഏറെ വൈകിയിട്ടും കർക്കിടക മഴ തിമിർത്തു പെയ്തിട്ടും കാണികൾ പിരിഞ്ഞുപോയതേയില്ല. വിജയികൾക്ക് ക്ലബ്ബ് വക സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നിഖിലീശ്വർ, മലപ്പുറം. വിദ്യാഭ്യാസ മേഖലയെ പച്ചവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.പി. പ്രകാശ് ബാബു. +2 അഴിമതിയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി യുവമോർച്ച കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. +2 അഴിമതിയിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി യുവമോർച്ച പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. എരഞ്ഞിപ്പാലത്തു നിന്നും ആരംഭിച്ച പ്രകടനം കലക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു. കലക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. തുടർന്ന് നടന്ന ധർണ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.പി. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെ പച്ചവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. പാണക്കാട്ടെ കുറച്ചുപേർ തീരുമാനിച്ചാൽ വിദ്യാഭ്യാസ മേഖലയിൽ എന്തു നടക്കും എന്ന അവസ്ഥയാണ്. വിദ്യാഭ്യാസ മേഖലയെ വാണിജ്യവൽക്കരിക്കാനുള്ള ശ്രമം യുവമോർച്ച ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവിടെ സൂചിപ്പിച്ചല്ലോ, കേരളത്തിൽ ഇന്ന് പാണക്കാട്ടെ തങ്ങളുടെ അധീനതയിലുള്ള ഒരുപറ്റം തട്ടിപ്പ് സംഘങ്ങളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കൈയടക്കി വെച്ചിരിക്കുന്നത്. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി ആർ മഞ്ജുനാഥ്, ജില്ലാ ഭാരവാഹികളായ പ്രശോഭ് കോട്ടൂളി, കെ.ടി. വിപിൻ, സുധീർ കുന്നമംഗലം എന്നിവർ സംസാരിച്ചു. വിദേശകാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിലെ പ്രവാസികളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഡിസിസി പ്രസിഡന്റ് കെ.സി. അബു. പ്രവാസികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ കേരള പ്രദേശ് റിട്ടേണീസ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ.സി. അബു. പ്രവാസികളോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയാണ് കേരള പ്രദേശ് പ്രവാസി റിട്ടേണീസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തിയത്. മാനാഞ്ചിറ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച ധർണ ഡിസിസി പ്രസിഡന്റ് കെ.സി. അബു ഉദ്ഘാടനം ചെയ്തു. വിദേശകാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിലെ പ്രവാസികളുടെ കാര്യത്തിൽ യാതൊന്നും ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ടിക്കറ്റ് ഫെയർ, എയർ ഇന്ത്യയുടെയൊക്കെ ടിക്കറ്റ് ഫെയർ ആ സമയത്ത് വളരെ കുത്തനെ കൂട്ടുകയാണ്. അപ്പോൾ പ്രവാസികൾക്ക് എല്ലാ അർത്ഥത്തിലും കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ബാബു കരിപ്പാല, കെ.സി. രവീന്ദ്രൻ, ജെ.എൻ.കെ. ജോസ്, അശോക് മങ്കര, ജില്ലാ ഭാരവാഹികളായ വി. കുഞ്ഞാലിൻ, കരീം പേരാമ്പ്ര, മൂസ ഹാജി എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. എനിക്കും വേണം ആഹ്ലാദം.
ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ കോട്ടൺ ഖാദി, മസ്ലിൻ ഖാദി, വൂളൻ, സിൽക്ക്, സ്പൺ സിൽക്ക്, ഖാദി പോളി വസ്ത്രം, പരവതാനികൾ, ഖാദി റെഡിമെയ്ഡ്, ചെടിച്ചട്ടികൾ, കരകൗശല വസ്തുക്കൾ, തേൻ, സോപ്പ്, എള്ളെണ്ണ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ജൂട്ട് ലെതർ ഉൽപ്പന്നങ്ങൾ, കോലാപ്പുരി ചെരുപ്പുകൾ, ആയുർവേദ സോപ്പുകൾ, മരം, ചൂരൽ, സ്റ്റീൽ ഫർണിച്ചറുകൾ, വീട്ടാവശ്യത്തിനുള്ള മറ്റു ഉപകരണങ്ങൾ, 30% ഗവൺമെന്റ് റിബേറ്റ്. റംസാൻ ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ സംസ്ഥാനം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് മുൻ മന്ത്രി മുല്ലക്കര രത്നാകരൻ. കേരളീയൻ അനുസ്മരണത്തോടനുബന്ധിച്ച് ബേപ്പൂരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാൻ സംസ്ഥാനം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. കേരളീയൻ അനുസ്മരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സെമിനാർ ബേപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ KN കുറുപ്പ് മോഡറേറ്ററായിരുന്നു. ഡോക്ടർ KN ഹരിലാൽ വിഷയം അവതരിപ്പിച്ചു. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് J. വേണുഗോപാലൻ നായർ, KPCC ജനറൽ സെക്രട്ടറി PM സുരേഷ് ബാബു, കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ, CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ, T. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അനുസ്മരണ സമ്മേളനത്തിൽ CPI നിർവാഹക സമിതി അംഗം TV ബാലൻ പ്രഭാഷണം നടത്തി. ഡോക്ടർ KN കുറുപ്പ് അധ്യക്ഷം വഹിച്ചു. NC മമ്മൂട്ടി സ്മാരക എൻഡോമെന്റ് ചിന്ത ലൈബ്രറി പ്രസിഡന്റ് K. കോമുവിനെ EK വിജയൻ MLA സമ്മാനിച്ചു. കർഷക പ്രതിഭകളെ കൌൺസിൽ T. ഹസൻ ആദരിച്ചു. TK വിജയരാഘവൻ, ഡോക്ടർ MP പത്മനാഭൻ, TK രാജൻ, പിലാക്കാട്ട് ഷൺമുഖൻ, അനിൽ മാരാത്ത്, P. പീതാംബരൻ എന്നിവർ സംസാരിച്ചു. മലബാറിലെ ആദ്യത്തെ അന്താരാഷ്ട്ര നിലവാരമുണ്ടെന്ന് അവകാശപ്പെടാവുന്ന ഷട്ടിൽ കോർട്ട് BC റോഡിൽ സജ്ജമായി. പ്രീമിയർ ബാഡ്മിന്റൺ സെന്റർ ഒളിമ്പ്യൻ ദിജു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാസുദേവൻ പനോളി അധ്യക്ഷം വഹിച്ചു. ഡോക്ടർമാരായ സിജു ബാലചന്ദ്രനും K. സായി രാധയും ചേർന്നാണ് കോർട്ട് സജ്ജമാക്കിയത്. മികച്ച നിലവാരത്തിൽ രൂപകൽപ്പന ചെയ്ത ഇൻഡോർ ഷട്ടിൽ കോർട്ട് പ്രീമിയർ ബാഡ്മിന്റൺ സെന്റർ BC റോഡിൽ ഒളിമ്പ്യൻ ദിജു ഉദ്ഘാടനം ചെയ്തു. ചാലിയാർ കൈവഴിക്ക് അരികിലും കണ്ടലവനങ്ങളായി ചുറ്റപ്പെട്ട സ്ഥലത്തുമാണ് കോർട്ടുകൾ. 6000 ചതുരശ്ര അടി വിസ്താരമുള്ള 3 നില കെട്ടിടത്തിൽ ബാഡ്മിന്റൺ കോർട്ടുകൾക്ക് പുറമെ ആധുനിക ജിംനേഷ്യവും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള ഡ്രസ്സിംഗ് റൂമും അനുബന്ധ സൌകര്യങ്ങളുമുണ്ട്. വിപുലമായ വാഹന പാർക്കിംഗ് സൌകര്യവുമുണ്ട്. വാടകാടിസ്ഥാനത്തിൽ ബുക്ക് ചെയ്ത് ബാഡ്മിന്റൺ കളിക്കാൻ ആർക്കും ഇവിടെ പ്രവേശനമുണ്ടായിരിക്കും. 1 മാസത്തെ പരീക്ഷണ പ്രവർത്തനമാണ് തുടക്കത്തിൽ ലക്ഷ്യമിടുന്നത്. കെട്ടിടത്തിന്റെ ഓപ്പൺ ടെറസ് സൌകര്യം കളിക്കാർക്ക് വിശ്രമത്തിനായി ഉപയോഗിക്കാം. ചെറുവണ്ണൂരിലെ ഡോക്ടർ ദമ്പതിമാരായ സിഞ്ചു ബാലചന്ദ്രനും K. സായിരാധയും ചേർന്നാണ് വൻതുക ചിലവഴിച്ച് ബാഡ്മിന്റൺ സെന്റർ തുടങ്ങിയത്. മക്കളായ അനന്തനാരായണനും ആര്യാനന്ദനും ബാഡ്മിന്റണിൽ കാണിക്കുന്ന താൽപര്യമാണ് ഇത്തരമൊരു പരിശീലന കേന്ദ്രമൊരുക്കുവാൻ ഇവർക്ക് പ്രചോദനമായത്. ചടങ്ങിൽ വാസുദേവൻ പനോളി അധ്യക്ഷം വഹിച്ചു. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ T. മൊയ്തീൻ കോയ, S. മുരളീധരൻ, കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് A. വത്സലൻ, കോഴിക്കോട് ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് MV മുസമ്മിൽ, ബാഡ്മിന്റൺ ദേശീയ കോച്ച് A. നസീർ, അനീസ് ബഷീർ എന്നിവർ സംസാരിച്ചു. പഴയകാല ബാഡ്മിന്റൺ കളിക്കാരായ എഞ്ചിനീയർ P. ജയൻ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു.
അമിത വൈദ്യുത പ്രവാഹത്തെ തുടർന്ന് കുണ്ടായിത്തോട് മേഖലയിൽ 70ഓളം വീടുകളിൽ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചു. 6 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം പ്രാഥമികമായി കണക്കാക്കുന്നു. സ്ഥലത്തെത്തിയ KSEB അധികൃതരെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. നല്ലളം പോലീസ് സ്ഥലത്തെത്തി. ട്രാൻസ്ഫോമറിൽ നിന്ന് ഉയർന്ന വോൾട്ടേജ് പ്രവാഹം ഉണ്ടായതിനെ തുടർന്ന് കുണ്ടായിത്തോട്ടിലെ 70ഓളം വീടുകളിലെ ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം. ക്ഷുഭിതരായ നാട്ടുകാർ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ള ജീവനക്കാരെ തടഞ്ഞുവെച്ചു. കുണ്ടായിത്തോട് വെള്ളിലവയൽ, മുണ്ടിയാർ നിലം, കരിമ്പാടം, നാത്തൂനിപ്പാടം മേഖലയിലെ വീടുകളിലെ TV, ഫ്രിഡ്ജ്, ട്യൂബ് ഉൾപ്പെടെയുള്ള ഗൃഹോപകരണങ്ങളാണ് കത്തി നശിച്ചത്. പല വീടുകളിലും പുകയും ശബ്ദവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. സമീപത്തെ കമ്പനിയിലേക്കും വൈദ്യുതി സപ്ലൈ ചെയ്യുന്നത് ഈ ട്രാൻസ്ഫോമറിൽ നിന്നാണ്. ഇതേ തുടർന്ന് വ്യക്തമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് KSEB ജീവനക്കാരെ നാട്ടുകാർ തടഞ്ഞുവച്ചത്. നല്ലളം പോലീസ് എത്തി നാട്ടുകാരുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയത്. അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജില്ലാ കളക്ടർക്കും വില്ലേജ് അധികൃതർക്കും പരാതി നൽകും. പ്രദേശത്തുകാരുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് കൌൺസിൽ ടി മൊയ്തീൻ കോയം ആവശ്യപ്പെട്ടു. നാടുകാണി ചുരത്തിൽ വാഹനാപകടത്തിൽപ്പെട്ട കുടുംബത്തെ രക്ഷിച്ച യുവാക്കളെ കോഴിക്കോട് ട്രോമ കെയറിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. നാടുകാണി ചുരത്തിൽ ജൂലൈ 29-നാണ് ശൈലേഷ് കർത്തയും കുടുംബവും 250 അടിയോളം താഴെ കൊക്കയിൽ നിയന്ത്രണം വിട്ട കാറിനൊപ്പം വീണത്. നാടുകാണി ചുരത്തിൽ അർദ്ധരാത്രിയിൽ കാർ അപകടത്തിൽപ്പെട്ട് കൊക്കയിൽ വീണ ശൈലേഷിനെയും കുടുംബത്തെയും രക്ഷിച്ച 4 യുവാക്കളെയും ട്രോമ കെയർ ആദരിച്ചു. മഞ്ചേരി സ്വദേശികളായ KM ജിനീഷ്, P രബീഷ്, മൊറയൂർ സ്വദേശി PK പ്രവീൺ, വേട്ടക്കാട് സ്വദേശി വിപിൻ, ചെട്ടിയങ്ങാടി കിരൺദാസ്, എടവണ്ണ സ്റ്റേഷനിലെ സീനിയർ CPO PJ ഫിലിപ്പ് എന്നിവരെയാണ് ആദരിച്ചത്. മുൻ SPയും ട്രോമ കെയർ എക്സിക്യൂട്ടീവ് അംഗവുമായ CM പ്രദീപ് കുമാർ, PM ജനാർദ്ദനൻ, KT രഘുനാഥ്, അജിൽ കുമാർ, ഡാരിസ് മാർഷൽ, ദിനകർ കരുണാകരൻ, ജയന്ത് കുമാർ, ഹൻസ ജയന്ത് എന്നിവർ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. അപകടം നടന്നയുടൻ സ്ഥലത്തെത്തിയ ഹൈവേ പോലീസിലെ ഫിലിപ്പ് കൊടുങ്കാട്ടിൽ കൂരിരുട്ടിൽ 250 അടി താഴ്ചയിലിറങ്ങാൻ തയ്യാറായപ്പോൾ നാട്ടുകാർ തടയുകയായിരുന്നു. തുടർന്ന് അതുവഴി വിനോദയാത്ര കഴിഞ്ഞ് വരികയായിരുന്ന യുവാക്കൾ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായതോടെ ഫിലിപ്പും ഒപ്പം ചേരുകയായിരുന്നു. ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് മുൾപടർപ്പുകൾക്കിടയിലൂടെ താഴേക്കിറങ്ങിയത്. 50 അടി താഴ്ചയിൽ നിന്ന് ശൈലേഷിന്റെ മകൾ ദൃശ്യയുടെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഭാര്യ മഞ്ജു, മക്കളായ മുസ്കാൻ, ദൃഷ്ടി എന്നിവരെ മാറോട് ചേർത്ത് വെച്ച് ശൈലേഷിനെ കണ്ടത്. തുടർന്ന് ഇവരെ സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. പരിക്കേറ്റ കാർ യാത്രികർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഫിലിപ്പ് ഒഴികെയുള്ള എല്ലാവരും കഴിഞ്ഞ ദിവസം ട്രോമ കെയറിന്റെ വോളണ്ടിയർ പരിപാടിയിലും പങ്കെടുത്തു. ചടങ്ങിൽ പുരസ്കാരങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകി. ശൈലേഷിന്റെയും മഞ്ജുവിന്റെയും ബന്ധുക്കളും നന്ദി അറിയിക്കാൻ എത്തിയിരുന്നു. തെരുവിൽ കഴിഞ്ഞ സുബൈറിനും സുഹറയ്ക്കും അന്തിയുറങ്ങാൻ കൂരയായി. മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദാണ് കാക്കൂരിൽ ഇവർക്ക് 3.5 സെന്റ് സ്ഥലത്ത് വീട് നിർമ്മിച്ചു നൽകിയത്. നടനും പാർലമെന്റ് അംഗവുമായ ഇന്നസെന്റും ഡോക്ടർ സിദ്ദിഖ് അഹമ്മദും ചേർന്ന് വീടിന്റെ സാക്ഷ്യപത്രം കൈമാറി. മാതൃഭൂമി പ്രസിദ്ധീകരിച്ച തെരുവിൽ നിന്ന് ഈ കുടുംബം പറയുന്നു കഥകൾക്കപ്പുറമാണ് ജീവിതമെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ സുബൈർ, ഭാര്യ സുഹറ, മക്കളായ ഷാഹിദ്, ഷാഹിന, റാഷിഖ് എന്നിവർക്ക് വീട് കൈമാറി. ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദാണ് ഇവർക്ക് കാക്കൂരിൽ 3.5 സെന്റ് സ്ഥലവും വീടും നൽകിയത്. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദും നടനും പാർലമെന്റ് അംഗവുമായ ഇന്നസെന്റും ചേർന്ന് വീടിന്റെ സാക്ഷ്യപത്രം കുടുംബത്തിന് കൈമാറി. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ അധ്യക്ഷം വഹിച്ചു. പ്രദീപ് കുമാർ MLA മുഖ്യ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി, BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, CDA ചെയർമാൻ NC അബൂബക്കർ, ഡോക്ടർ സുനിൽ ജോർജ്, സുധീർ അമ്പലപ്പാട് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്ന ഓൾട്ടോ കാറിന് തീപിടിച്ചു. പുഷ്പ ജംഗ്ഷനിൽ ഞായറാഴ്ച ഉച്ചയോടെയാണ് സംഭവം. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് അപകടത്തിന്റെ തീവ്രത കുറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് പുഷ്പ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന ഓൾട്ടോ കാറിന് തീപിടിച്ചത്. ഫാറൂഖ് സ്വദേശി ഷാനവാസും മകൻ അൽഹലുമാണ് കാറിലുണ്ടായിരുന്നത്. കാറിന്റെ മുൻഭാഗത്തു നിന്ന് തീ പടരുന്നത് കണ്ട പന്നിയങ്കര സ്വദേശി സിദ്ദീഖിന്റെയും ജുനൈസിന്റെയും സന്ദർഭോചിതമായ ഇടപെടലാണ് അപകടം ഒഴിവാക്കിയത്. വെള്ളമൊഴിച്ചതിനാൽ തീ പടരുന്നത് ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീ പടരാൻ കാരണമെന്നാണ് സൂചന. സംഭവത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു. മറ്റൊരു ഇടവേള കൂടി. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മേനിയിൽ
ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. വാർത്തകൾ തുടരുന്നു. ഇലവുമൂട്ടിൽ ശിവരാമപിള്ള സ്മാരക സമിതി സംഗീത സാഹിത്യ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. PK പാറക്കടവ്, AD മാധവൻ എന്നിവർ പുരസ്കാരങ്ങൾ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരിൽ നിന്നും സ്വീകരിച്ചു. PK പാറക്കടവ് ഇലവുമൂട്ടിൽ ശിവരാമപിള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയ അവാർഡ് പാറക്കടവിന് നൽകി. ചടങ്ങിൽ ഡോക്ടർ MGS നാരായണൻ അധ്യക്ഷനായിരുന്നു. KP രാമനുണ്ണി പാറക്കടവിനെ പരിചയപ്പെടുത്തി. പ്രതീകാത്മകമായ ഭാഷ കൊണ്ട് ചെറുകഥാ ലോകത്ത് കലാപം നടത്തിയ എഴുത്തുകാരനാണ് പാറക്കടവെന്ന് അദ്ദേഹം പറഞ്ഞു. ആ ഭാഷ തീവ്രവും ഭാവനാധിഷ്ഠിതവുമായിരുന്നു. അധിനിവേശത്തെ, കാപട്യത്തെ, കച്ചവടവൽക്കരണത്തെ, പ്രണയഭംഗത്തെ തുടങ്ങി വ്യവസ്ഥയുടെ സർവ്വമണ്ഡലത്തോടും കലഹിച്ച എഴുത്തുകാരൻ. സാമാന്യവൽക്കരണത്തിന്റെ അധികാരശക്തിയെ എതിർത്ത പാറക്കടവ് പുതിയൊരു സാഹിത്യരൂപത്തെ സൃഷ്ടിച്ചുവെന്നും രാമനുണ്ണി അഭിപ്രായപ്പെട്ടു. സംഗീതത്തിനുള്ള അവാർഡ് AD മാധവൻ ഏറ്റുവാങ്ങി. കവി മലയത്തപ്പുണ്ണിയെയും ചിത്രകാരൻ മദനെയും ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ C രാജേന്ദ്രൻ AD മാധവനെ പരിചയപ്പെടുത്തി. ഉമയനല്ലൂർ വിക്രമൻ നായർ എഡിറ്റ് ചെയ്ത ഓണപ്പാട്ടുകളും നാടൻപാട്ടുകളും പുസ്തകം ഗിരീഷ് ആമ്പ്ര പ്രകാശനം ചെയ്തു. മോഹൻദാസ് കീഴ്ശ്ശേരി, ചൂലൂർ ഗോപാലകൃഷ്ണൻ, ഇന്ദു മേനൻ, TP മമ്മു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കത്തുപാട്ടുകളുടെ ഈണം നിറഞ്ഞ സന്ധ്യയിൽ SA ജമീലിന് ആദരം. മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ ടൌൺഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഫൈസൽ എളേറ്റിൽ അധ്യക്ഷനായ പരിപാടി NP അബ്ദുൽ സമദ് സമദാനി MLA ഉദ്ഘാടനം ചെയ്തു. പാട്ടിലൂടെ മാപ്പിള സംഗീത പ്രേമികളുടെ മനസ്സിലിടം നേടിയ SA ജമീലിനെ കേരള മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരിച്ചു. ഈദ് സോഷ്യലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി MP അബ്ദുൽ സമദ് സമദാനി MLA ഉദ്ഘാടനം ചെയ്തു. ഫൈസൽ എളേറ്റിൽ SA ജമീൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഫാദർ ജോർജ് പുഞ്ചയിൽ, NC അബൂബക്കർ, ഡോക്ടർ K മൊയ്തു, കട്ടയാട്ട് വേണുഗോപാൽ, എഞ്ചിനീയർ P മുഹമ്മദ് കോയ, CE ചാക്കുണ്ണി എന്നിവർ സംസാരിച്ചു. PV അബ്ദുള്ള കോയ, EV ഉസ്മാൻ കോയ, MP ഇംബിച്ച് അഹമ്മദ്, CC മൊയ്തീൻ കോയ, KP മൊയ്തീൻ കോയ, MV അഹമ്മദ് കോയ ഹാജി, P ഇസ്മായിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വണ്ടൂർ ജലീൽ, ഷാനവാസ് മലപ്പുറം, ദിൽന പട്ടുറുമാൽ, സുലേഖ ബഷീർ ചേളാരി, ഫസീല കോഴിക്കോട്, ഹനീഫ കക്കോടി എന്നിവർ സംഗീത വിരുന്നൊരുക്കി. ചെയർമാൻ K അബ്ദുൽസലാം സ്വാഗതവും MV കുഞ്ഞാമു നന്ദിയും പറഞ്ഞു. ഇൻഡസ് മോട്ടോഴ്സ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കൺവെൻഷൻ ടൌൺഹാളിൽ സംഘടിപ്പിച്ചു. AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP രാജേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ അധ്യക്ഷനായിരുന്നു. ഇൻഡസ് മോട്ടോഴ്സ് എംപ്ലോയീസ് യൂണിയൻ AITUC ഒന്നാം സംസ്ഥാന കൺവെൻഷൻ കോഴിക്കോട് ചേർന്നു. KG പങ്കജാക്ഷൻ അധ്യക്ഷനായ പരിപാടി AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AITUC സംസ്ഥാന കൌൺസിൽ സെക്രട്ടറി J ഉദയഭാനു, മുൻ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വം, CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ, CPI സംസ്ഥാന നിർവാഹക സമിതി അംഗം TV ബാലൻ, AITUC ജില്ലാ കമ്മിറ്റി അംഗം EK വിജയൻ MLA, പ്രൈവറ്റ് മോട്ടോർ എഞ്ചിനീയർ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PK നാസർ, സക്കീർ ഹുസൈൻ എറണാകുളം, SK കുഞ്ഞിക്കോയ, P സുനിൽകുമാർ, ഫൈസൽ C, ജ്യോതിഷ് K, ബിനു കോട്ടയം എന്നിവർ സംസാരിച്ചു. 1964 തൊഴിലാളി വർഗ പാർട്ടിയിലുണ്ടായ നിർഭാഗ്യകരമെന്ന് അന്നും ഇന്നും എന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന പിളർപ്പ്, ആ പിളർപ്പിന് ശേഷവും 6 വർഷം AITUC വളരാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ നടന്നു. 70 മെയ് മാസം 30-ാം തീയതി കൽക്കത്തയിൽ വെച്ച് CITU രൂപീകരിച്ചു. പിന്നെ CITU വളർന്നു. നക്സൽ വിഭാഗത്തിന്റെ പേരിൽ നിരവധി യൂണിയനുകളുണ്ടായി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. നിർമ്മാണ തൊഴിലാളികൾ ഓഗസ്റ്റ് 7-ന് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുന്നു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിച്ച് തൊഴിൽ ലഭ്യമാക്കാൻ സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും നടപടി സ്വീകരിക്കണമെന്നും ക്ഷേമനിധിയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിർമ്മാണ തൊഴിലാളികൾ സംയുക്ത സമരസമിതിയുടെ തീരുമാനപ്രകാരം സംസ്ഥാനത്തെ കളക്ടറേറ്റുകളിൽ ഓഗസ്റ്റ് 7-ന് മാർച്ചും ധർണയും നടത്തുന്നത്. കേരള സ്റ്റേറ്റ് ടിംബർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 ദിവസമായി കേരളത്തിലെ മരവ്യാപാരികൾ അനിശ്ചിതകാല പണിമുടക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണ്.
അനിശ്ചിതകാല പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് മലബാർ മേഖലയിലെ മരവ്യാപാരികളുടെ സംഗമം ഓഗസ്റ്റ് 5-ന് 3 മണിക്ക് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. സ്ത്രീ സുരക്ഷാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷാ സമ്മേളനം സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 8, 9 തീയതികളിൽ കോഴിക്കോട് ടൌൺ ഹാളിലാണ് സ്ത്രീ സുരക്ഷാ സമ്മേളനം നടക്കുക. സാമൂഹ്യ പ്രവർത്തക ദയാബായി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുക, കുറ്റവാളികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുക, ഉയർന്ന മൂല്യബോധത്തിന് അധിഷ്ഠിതമായ ഒരു സാംസ്കാരിക മുന്നേറ്റം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ത്രീ സുരക്ഷാ സമിതി പ്രവർത്തിക്കുന്നത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് ക്ലബ്ബിൽ ഓഗസ്റ്റ് 6 മുതൽ 11 വരെ പുസ്തകോത്സവം സംഘടിപ്പിക്കും. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച 12 പുസ്തകങ്ങളുടെ പ്രകാശനവും നടക്കും. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ MR തമ്പാന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ MP അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും നിർവഹിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. +2 അഴിമതി, വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരെ പ്രതിഷേധം ശക്തമാവുന്നു. യുവജന സംഘടനകൾ പ്രക്ഷോഭത്തിൽ. എല്ലാ ജില്ലകളിലും സിവിൽ സർവീസ് പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി PK അബ്ദുറബ്ബ്. വിദേശകാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന കേന്ദ്ര സർക്കാർ കേരളത്തിലെ പ്രവാസികളുടെ കാര്യത്തിൽ മൌനം പാലിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് KC അബു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.